വീട്ടിൽ ലെറ്റ്യൂസിൻ്റെ ഇല ഇരിപ്പുണ്ടോ? സലാഡ് ഇല എന്നാൽ വായോ, പെട്ടെന്ന് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ ദേ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ഇച്ചിരി എണ്ണ ഒഴിക്കണേ. ഒലിവ് ഓയിൽ ഒഴിച്ചാൽ നല്ലതാണ്. അതിലോട്ടൊരു ചെറിയ സവാള, ഒരു മീഡിയം സൈസ് തക്കാളി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടി വരും. കണ്ടില്ലേ, നല്ലപോലെ വഴണ്ട് വന്ന സവാളയിലും തക്കാളിയിലോട്ടും ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ചേർക്കാം കേട്ടോ. ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്തോ. ചില്ലി ഫ്ലേക്സും ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് സോട്ട് ചെയ്തിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച സലാഡ് ഇലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും കണ്ടില്ലേ, ഫുള്ളും വാടി ഉപ്പും ആ ചില്ലി ഫ്ലേക്സും ഒക്കെ പിടിച്ച് ഇരിക്കും. ഇതിങ്ങനെ പച്ചയ്ക്ക് തിന്നാൻ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ റെസിപ്പി കേട്ടോ. ഇനി ഒരു ചപ്പാത്തിയോ കുബൂസോ എന്ത് റൊട്ടി വേണമെങ്കിലും എടുക്കാം. അതിലോട്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കിയ സലാഡ് ഇലയും തക്കാളിയൊക്കെ ഇല്ലേ, അതങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് മുട്ട സ്ലൈസ് ചെയ്ത് അതും ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. ഞാൻ ഒരു മുട്ട ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇനി ഒന്നും ചേർക്കണ്ട, റോൾ ചെയ്യുക, കഴിക്കുക. പെട്ടെന്ന് വിശക്കുമ്പോഴോ മക്കൾ വിശക്കുന്നെന്ന് പറയുമ്പോഴോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടില്ലേ.